ഇന്ത്യക്കാരുടെ കയ്യിൽ ഒത്തിരി പണമുണ്ട്, അതുകൊണ്ട് സഹായം റദ്ദാക്കുന്നു. ഒരല്പം പരിഹാസസ്വരത്തിലാണ് നമ്മുടെ ഫ്രണ്ട് ട്രംപിൻ്റെ പ്രസ്താവന വന്നത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ധനസഹായമാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും അത്തരമൊരു ധനസഹായത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ പഞ്ഞകാലത്ത് ചോളപ്പൊടിയോ മറ്റോ സ്കൂളുകളിലേക്കോ ബാക്കിയുള്ള ഇടങ്ങളിലേക്കോ ഒക്കെ തന്നതും സഹായിച്ചതും ഒക്കെ ഓർമ്മയുണ്ട്. ആ സഹായമൊക്കെ തരുമ്പോഴും ഈ രാജ്യത്തെയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിച്ച് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് രൂപയുടെ ആയുധങ്ങൾ രണ്ട് കക്ഷിക്കും കൊടുക്കുന്ന കച്ചവടക്കാരായ ലോക വൃത്തികെട്ടവരാണ് ഈ പറയുന്ന ധനസഹായത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുമൊക്കെ പരാമർശം നടത്തുന്നത്. ഇന്ത്യക്കിത് വേണ്ടെന്ന് മാത്രമല്ല, ഇത് എത്രത്തോളം നിറയ്ക്കാമോ വാ കീറി വയറിലേക്ക് നിറച്ചുകൊള്ളുക. എന്നിട്ടും ആർത്തി തീരില്ല. ആർത്തി തീരണമെങ്കിൽ അവസാന ശ്വാസം പോകണം, അധികാരക്കൊതി പോകണം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിദ്വേഷവും വെറുപ്പും വംശീയതയും ഒക്കെ പോകണം. അതുകൊണ്ട് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ 190 ബില്യൺ എന്നൊക്കെ പറയുന്ന സംഗതി ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു എന്നുള്ളതിനപ്പുറത്ത് അത് ഇന്ത്യയിലെ സാധാരണക്കാരുമായി യാതൊരു ബന്ധവുമില്ല. റദ്ദാക്കിയപ്പോഴാണ് ഇതറിഞ്ഞത്. ഇതിലെ വിചിത്രമായ കാര്യം, BJP രംഗത്ത് വന്നിരിക്കുന്നത് ഇത് റദ്ദാക്കിയത് അഭിമാനകരമാണ്, അത് റദ്ദാക്കുക തന്നെ വേണം എന്ന് മാത്രമല്ല, പണ്ട് കാലം മുതൽ കോൺഗ്രസ്സിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസ് ആകട്ടെ ഇതാർക്കാണ് എന്തിനാണ് കൊടുത്തതെന്നുള്ളത് അന്വേഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫലത്തിൽ നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇവരുടെയൊക്കെ നേരിട്ടിടപെടലുകൾ പല രൂപത്തിലും ഭാവത്തിലുമുണ്ട് എന്നത് വാസ്തവം. 190 ബില്യൺ ഡോളർ ട്രംപ് വെട്ടിക്കുറച്ചപ്പോഴാണ് ഇങ്ങനെയൊരു സംഗതി ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ അറിയുന്നത്. എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ചെലവ് കുറച്ച് അനാവശ്യമായ വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും പോലും ഒഴിവാക്കി പരമാവധി റെഡിയാക്കി കുളിപ്പിച്ച് അമേരിക്കയെ കിടത്തി വലുതാക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഇടയിലാണ് ഇത് റദ്ദാക്കിയ വാർത്ത വന്നത്. ഇത് റദ്ദാക്കിയ വാർത്ത വന്നപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രക്രിയയിൽ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി അമേരിക്ക ധനസഹായം തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ സത്യം പറഞ്ഞാലാവില്ല. ഇന്ത്യയിൽ നടക്കുന്ന പല അട്ടിമറികൾക്കും, പലതരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾക്കും അതുപോലെയുള്ള സംഗതികൾക്കുമൊക്കെ അമേരിക്കൻ താല്പര്യങ്ങൾ പിന്നിലുണ്ട് എന്നൊക്കെ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ നമ്മൾ ചിരിക്കാറും പരിഹസിക്കാറുമാണ് പതിവ്. പക്ഷേ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞിരുന്നു, ഈ സിംഗൂരിൽ പശ്ചിമ ബംഗാളിലുണ്ടായ സംഗതിയും UPA ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ബാക്കി ഘടകങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ച് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി എഴുതി പറ്റിച്ച വിനോദ് റോയ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു കൂട്ടായ പരിശ്രമത്തിന് പിന്നിൽ ചില സംഗതികളുണ്ട് എന്നും അത് അവരുദ്ദേശിച്ച നിരക്കിന് റേറ്റിന് ഏകപക്ഷീയമായി അണുവായുധ റിയാക്ടറുകൾ കൈമാറാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ചില കഥകളും വാർത്തകളുമൊക്കെ പലയിടങ്ങളിലും ഇങ്ങനെ തട്ടിത്തലോടി അങ്ങ് പോയിരുന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കൊന്നും അതിലല്ലോ ശ്രദ്ധ, രാഷ്ട്രീയ പാർട്ടികൾക്കും അതിലല്ല. അവർക്കും നേരം വെളുക്കുമ്പോൾ രാവിലെ കിട്ടുന്ന ഒരു സംഗതിയിൽ പിടിച്ച് തൂങ്ങിയാടി അതിൽ വൈകുന്നേരം ആകുമ്പോൾ സായുജ്യം അടഞ്ഞ് 2 ദിവസം കൊണ്ട് നടന്ന് അത് താഴ്ത്തി വെച്ചിട്ട് പോകലാണ്. യഥാർത്ഥത്തിൽ ഈ പണം ആർക്കാണ് വന്നത്, എന്തിനാണ് വന്നത് എന്നുള്ളത് ഗൗരവമായി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട ഒന്നാണ്. ഏതായാലും മച്ചമ്പി ഒത്തിരി പണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട് പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു തരം അപമാനഭാരത്തിലാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇഷ്ടംപോലെ ഫണ്ട്, നിങ്ങളുടെ അമേരിക്കയേക്കാൾ ലോകത്തിലെ വൻശക്തിയാകാനുള്ള ഫണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്നു. നിങ്ങളുടെ ഉക്കച്ചങ്ങായിയും ലോകത്തിലെ ധാർമ്മികതയുടെയും പ്രകാശത്തിൻ്റെയും ഒക്കെ ഗോപുരമെന്ന് പറയുന്ന ബ്രിട്ടനിലെ കള്ളന്മാർ വന്ന് കൊള്ള ചെയ്ത് ഊറ്റിക്കൊണ്ടു പോവുകയും പിന്നീട് ഞങ്ങളുടെ ഇവിടുത്തെ കറുത്ത സായിപ്പന്മാർ ഊറ്റിയെടുക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വമ്പും മേനിയും ഒക്കെ പറയുന്ന അമേരിക്കയേക്കാളൊക്കെ എത്രയോ മുന്നിലാകുമായിരുന്ന ഒരു രാജ്യമാണിത്. അതുകൊണ്ട് മച്ചമ്പിക്ക് വയറ് നിറയുന്നിടത്തോളം കഴിച്ചോളൂ. ആശ്വാസമാകട്ടെ.